Hello everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ആ ഗേൾസ് ഔട്ടിംഗ്. അങ്ങനെ ഞങ്ങൾ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ ഇറങ്ങിയത് നേരെ ഔട്ടിങ്ങിനാണ്. ഓൺ ദി വേ രക്ഷയും ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ കാരഞ്ചി ലേക്കിലെത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സോ ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം വി ഗോട്ട് ഇൻ. സോ രക്ഷ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടാണ് വന്നത് ബോട്ടിംഗ് എന്തായാലും കയറണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറാൻ വേണ്ടി ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. അവസാനം ബോട്ട് കിട്ടി. ബോട്ടിങ്ങും ബേർഡ്സ് വാച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പീകോക്ക് ഉള്ള പാർക്കിലോട്ടാണ് വന്നത്. ഇവിടെ ഇഷ്ടം പോലെ പീകോക്കുകൾ കാണാം. ആക്ച്വലി വെറൈറ്റീസ് ഓഫ് ഉണ്ട്. സോ ഇവിടെ ഞങ്ങൾക്ക് വൈറ്റ് കാണാം, പിന്നെ നോർമൽ പീകോക്സിനെയും കാണാൻ പറ്റും. അങ്ങനെ പീകോക്കിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെയുള്ള ഓർക്കിഡിന്റെ ഒരു നഴ്സറി പോലെ ഉണ്ടായിരുന്നു. ഇവിടെ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സ് ഉണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടി കയറി. അത് കഴിഞ്ഞ് എന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെറസ് ക്രെയിൻ എന്ന് പറഞ്ഞൊരു ക്രെയിൻ ആയിരുന്നു. അത് ഒറ്റയ്ക്കാണുള്ളത്. ആക്ച്വലി ഇവിടെ ഇഷ്ടം പോലെ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈക് പാരറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം വരുമ്പോൾ. പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല. ജസ്റ്റ് പീകോക്കും പിന്നെ ഇങ്ങനെ ഒന്നും ക്രെയിൻ മാത്രമേ ഉണ്ടായുള്ളൂ. മേ ബി സംതിങ് ഹാപ്പൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടി തുടങ്ങി. ഫോട്ടോഷൂട്ട് ഓബ്വിയസ്ലി 200 റുപ്പീസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ക്യാമറ ഉള്ളോട്ട് അലോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വരുമ്പോഴുണ്ട് പാർക്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു. കൂടെ ഒരു കുരങ്ങും ഉണ്ടായിരുന്നു. മേ ബി അത് അതിന്റെ പാർട്ട്ണറിനെ തേടി വന്നതാണോ എന്നൊരു സംശയം. അങ്ങനെ പാർക്കിൽ ഒരു ദൈവത്തിനെ വെച്ചായിരുന്നു. അങ്ങനെ ദൈവത്തിനെയും തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സോ കാരഞ്ചിക്കരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. സോ പുറത്തിറങ്ങിയ ശേഷം എവിടെ പോവാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സ്മിത പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സിദ്ധാർത്ഥ ലേഔട്ടിലുള്ള ചാറ്റ് സ്ട്രീറ്റ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടു. ഞാനും രക്ഷയും ആക്ച്വലി ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ സ്മിത പിന്നെ മൈസൂർ മൊത്തം കറങ്ങിയിട്ടുണ്ട്. അവക്കതാണ് പരിപാടി. ഞങ്ങളിവിടെ എത്തിയമ്പാട് സോഡ അഡ്ഡ എന്ന് പറഞ്ഞൊരു കടയിലേക്കാണ് കയറിയത്. ഈ കടയിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫ്ലേവേഴ്സ് ഉള്ള സോഡാസ് കിട്ടും. ചില്ലി ഫ്ലേവർ, ബ്ലൂബെറി, പിന്നെ സ്ട്രോബെറി, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സ് ഉള്ള സോഡാസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്ലൂബെറിയും പിന്നെ ചില്ലിയാണ് ഓർഡർ ചെയ്തത്. സോഡയൊക്കെ കുടിച്ചതിന് ശേഷം വി വെൻ ഫോർ എ വാക്ക്. ആക്ച്വലി ഇതൊരു വലിയ നീണ്ട ഒരു സ്ട്രീറ്റ് ആണ്, ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇഷ്ടംപോലെ വണ്ടികളിൽ വെറൈറ്റി ഓഫ് ചാറ്റ്സുകളാണ് ഉള്ളത്. ലൈക്ക് ഗോബി,
ചില്ലിൻ്റെ കുറേ ടൈപ്സ് ഓഫ് ഫ്ലേവേഴ്സ്, കോൺ, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. ബിരിയാണി എല്ലാം കിട്ടും. ഈ ഒരു ചാറ്റ് സ്ട്രീറ്റിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ഭക്ഷണങ്ങളില്ല, എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ചാറ്റ് സ്ട്രീറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിൽ കയറി കോൺ ഗോബി പിന്നെ നോർമൽ ഗോബി ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സോഡ അഡ്ഡ എന്ന് പറഞ്ഞ ചേച്ചിൻ്റെ അടുത്ത് തന്നെ വന്ന് ഞങ്ങൾ ദഹി പൂരി പിന്നെ എന്തായിരുന്നു മസാല പൂരി ഇതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. സോ ചാറ്റ് സ്ട്രീറ്റിൽ നിന്ന് കുറേ ചാറ്റ്സും കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ച് ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് പാക്കപ്പ് ചെയ്തു. അങ്ങനെ രക്ഷയ്ക്കും ടാറ്റ ബൈ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ വിത്ത് ന്യൂ വിശേഷങ്ങൾ. ടാറ്റ ബൈ.